ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വെസ്റ്റ് ഹാം യുണൈറ്റഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ ലുക്കാസ് പക്കേറ്റ വലിയ ഒരു വിവാദത്തിൽ ഈയിടെ അകപ്പെട്ടിരുന്നു. അതായത് അദ്ദേഹം വാതുവെപ്പ് സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു, അതിൻ്റെ ഭാഗമായി എന്നായിരുന്നു ആരോപണം ഉയർന്നിരുന്നത്. ഈ വിഷയത്തിൽ അന്വേഷണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. അതായത് പ്രീമിയർ ലീഗിലെ ചില മത്സരങ്ങളിൽ വാതുവെപ്പ് സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം ലുക്കാസ് പക്കേറ്റ യെല്ലോ കാർഡുകൾ വഴങ്ങി എന്നായിരുന്നു ആരോപണം. ഈ വിഷയത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്തെന്നാൽ ഈ താരത്തിന് ഇതിൽ ശിക്ഷാ നടപടികൾ ഒന്നും ഏൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ആരോപണങ്ങൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ചാർജുകൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മേലിൽ നിന്നും എടുത്ത് ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം ബാൻ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു, അതല്ലെങ്കിൽ ഫുട്ബോളിൽ നിന്നും ആജീവനാന്ത വിലക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെടുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഇനി വരേണ്ടതുണ്ട്. നമുക്കറിയാം, ലുക്കാസ് പക്കേറ്റയെ സ്വന്തമാക്കാൻ വേണ്ടി നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വിവാദം കാരണമായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു ഡീൽ നഷ്ടമായിരുന്നത്. ഏതായാലും അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ബ്രസീൽ ടീമിനും അതുപോലെ തന്നെ വെസ്റ്റ് ഹാമിനുമൊക്കെ അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.